വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. അതിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ്. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. എം കമൽ വിവരങ്ങളുമായി ചേരുന്നു. കമൽ, യൂത്ത് കോൺഗ്രസ് മാർച്ച് അക്രമാസക്തമായി എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും മാർച്ച് നടക്കുന്നുണ്ടോ? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? വിശദാംശങ്ങൾ എന്താണ്? മോട്ടി, ഇപ്പോഴും മാർച്ചിലെ ആളുകൾ പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും അവരെ സ്ഥലത്ത് നിന്ന് ഓടിക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയാണ് വലിയ സംഘർഷം ഉണ്ടായത്. അതായത് സമാധാനപരമായി കളക്ടറേറ്റിന്റെ മെയിൻ ഗേറ്റിൽ സമരം ചെയ്യുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ അവിടെ ധർണ ഇരുന്നിരുന്ന മറ്റൊരു സംഘടനാ പ്രവർത്തകരുമായി എന്തോ ഒരു വാക്കുതർക്കമുണ്ടായി. അതിൽ തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് അടുത്ത ഗേറ്റിലേക്ക് പ്രവർത്തകർ ഓടി അടുത്ത ഗേറ്റ് വഴി കയറാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത്. ഏതാണ്ട് 4 തവണയോളം ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ പ്രവർത്തകർ ഷർട്ടടക്കം ഓടി പ്രതിഷേധിക്കുകയാണ്. കുറെ പേരെ പോലീസ് സ്ഥലത്ത് നിന്ന് മാറ്റി ഇടയ്ക്ക് കണ്ണീർവാതകവും പ്രയോഗിച്ചു. എന്തായാലും നേരത്തെ സംഘർഷത്തിന് അല്പം അയവ് ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പൂർണ്ണമായും പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് മാറിയിട്ടില്ല. മോദി, ഇത്തരത്തിൽ ഒരു സംഘർഷാവസ്ഥ പോലീസും ആദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഈ സമരത്തിന്റെ അവസാന സമയത്താണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. മോദി, സംഘർഷത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? അവർക്ക് ചികിത്സ നൽകിയോ? ആശുപത്രിയിലേക്ക് മാറാൻ പല പ്രവർത്തകരും തയ്യാറായിട്ടില്ല. ഇവരെ ഇപ്പോൾ ബലം പ്രയോഗിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായ ജഷീർ പള്ളിവയൽ തുടങ്ങിയവർക്കടക്കം മർദ്ദനമേറ്റിട്ടുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ കുറേ നേരം കളക്ടറേറ്റിന് മുന്നിൽ വലിയ സംഘർഷമാണ് നടന്നത്. 4 തവണ പോലീസ് ലാത്തി വീശി. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം മാർച്ചായി വന്ന പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് വിഷയം സംഘർഷത്തിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ ഗേറ്റിന് സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. വലിയ തോതിൽ പരിക്കേറ്റ അടികൊണ്ട പ്രവർത്തകർ വസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രവർത്തകരെ, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കമൽ പറയുന്നത്. കമൽ, മാർച്ച് ഇപ്പോഴെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സ്ഥലത്ത് കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ടോ? മോദി, പോലീസ് നേരത്തെ തന്നെ വലിയ സന്നാഹം ഒരുക്കിയിരുന്നു. എല്ലാ സന്നാഹങ്ങളുമായാണ് പോലീസ് മാർച്ച് തടയാൻ എത്തിയത്. പക്ഷെ ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വയനാട്ടിൽ പൊതുവെ നടക്കുന്ന സമരങ്ങളിൽ ഇത്തരത്തിൽ ഒരു സംഘർഷത്തിലേക്കോ ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാറില്ല. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായ സമരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ തുടങ്ങിയതും വളരെ പെട്ടെന്നാണ് ഈ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. പെട്ടെന്ന് ഈ സമരം ഇത് കൈവിട്ടു പോവുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ 1-ാം ഗേറ്റിൽ മറ്റൊരു ധർണ ഉണ്ടായിരുന്നു. അവരുമായുള്ള സംസാരത്തിനിടെ പ്രവർത്തകർ ഓടി 2-ാം ഗേറ്റ് വഴി കയറാൻ ശ്രമിച്ചു. അവരെ ബലം പ്രയോഗിച്ച് പോലീസ് തടഞ്ഞു. അങ്ങനെയാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പിന്നീട് 4 തവണ പോലീസ് ലാത്തിചാർജ് നടത്തി. ഇടയ്ക്ക് കണ്ണീർവാതകവും പ്രയോഗിച്ചു. ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയിയും അതുപോലെ ജഷീർ പള്ളിവയൽ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റതോടെയാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ജഷീർ പള്ളിവയൽ ഈ മർദ്ദനമേറ്റതിനെ തുടർന്ന് ഷർട്ടടക്കം മാറ്റി റോഡിൽ കുത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ഇപ്പോൾ പോലീസ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരിക്കാർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ആംബുലൻസിൽ മാറ്റുന്നുണ്ട്. കൂടുതൽ പരിക്കേറ്റ പ്രവർത്തകരെ ഒക്കെ മാറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ വളരെ സമാധാനപരമായി കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകരാണ് പിന്നീടാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും കണ്ണീർവാതക പ്രയോഗത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയത്. എന്തായാലും ഇപ്പോൾ പ്രവർത്തകരെ സ്ഥലത്തു നിന്ന് ഏറെക്കുറെ മാറ്റിയിരിക്കുന്നു. നേരത്തെയുള്ള ദൃശ്യങ്ങൾ നേരത്തെയാണ് വലിയ സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ ജഷീർ ഉൾപ്പെടെയുള്ള ആളുകളെ സ്ഥലത്തു നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഈ പ്രത്യേകിച്ച് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം കൂടിയാണ്. അതിന്റെ ഒരു വൈകാരികത കൂടിയുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന്റെ അവഗണന പ്രധാനമായും ചൂണ്ടിക്കാണിച്ചാണ് സമരം പ്രഖ്യാപിച്ചതും നടത്തിയതും. പക്ഷേ ഈ പോലീസിന്റെ സംഘർഷം വന്നതോടുകൂടി ഇനി ഇത് സംസ്ഥാന സർക്കാരിനെതിരായ രോഷം കൂടിയായി മാറുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷം. ഞാൻ പറഞ്ഞതുപോലെ വയനാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഘർഷം പതിവില്ല. സമരങ്ങൾ സാധാരണ സമാധാനപരമായാണ് നടക്കാറ്. നേരിയ ഉന്തും തള്ളുമൊക്കെ കളക്ടറേറ്റ് ഗേറ്റിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള ലാത്തിചാർജിലേക്ക് ജനവികാരം ഇളകുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിച്ച ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് അവിടെ സമരം നടത്തിയത്. പക്ഷേ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ടടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനാവുന്നത്.
പൊതുലോകം ചർച്ച ചെയ്യരുത് എന്നുള്ളതാണ് ആഗ്രഹം. ആ ആഗ്രഹം നടപ്പിലാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരത്തെ അടിച്ചൊതുക്കാനുള്ള നിർദ്ദേശം പോലീസിന് ലഭിക്കുകയും ഏറ്റവും ക്രൂരമായ ഒരു സമരമാണ് വയനാട്ടിൽ നടന്നത്. ഏറ്റവും ക്രൂരമായ മർദ്ദനം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഏൽക്കേണ്ടി വന്നു. ആ നിർദ്ദേശം കൃത്യമായി പോലീസ് പാലിക്കുകയും ചെയ്തു. പക്ഷേ 300 രൂപ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് ഉത്തരവ് ഇറക്കിയിട്ട് അത് കൊടുക്കാത്ത വീഴ്ച ചൂണ്ടിക്കാണിച്ചതിന്, ഇവരുടെ പുനരധിവാസം വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടത് നടപ്പിലാക്കാത്തതിന്, ഇവരുടെ ലോൺ എഴുതിത്തള്ളുന്നത് ആവശ്യപ്പെട്ടത് നടപ്പിലാക്കാത്തതിന്, കേന്ദ്രം കൊടുക്കേണ്ട പാക്കേജ് നടപ്പിലാക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ചെയ്ത സമരത്തെ അടിച്ചൊതുക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് പുനരധിവാസം പൂർത്തിയാകുന്നത് വരെ ഞങ്ങൾ ഉണ്ടാകും. എത്ര തല്ലും കൊള്ളാനും എത്ര ആക്രമണത്തിൽ നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. എത്രത്തോളം പോലീസ് ഞങ്ങളെ തല്ലുമെന്ന് ഞങ്ങൾക്കറിയാം. അത്രത്തോളം സമരവുമായി തന്നെ ഞങ്ങൾ റൂട്ടിലുണ്ടാവും. പരിക്കേറ്റ ആളുകളുടെ നില ഗുരുതരമാണ്. അമൽ ജോയ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, സംസ്ഥാന നമ്മളുടെ ജഷീർ പള്ളിവയൽ അടക്കമുള്ള ആളുകൾ, അർഷൽ അടക്കമുള്ള ആളുകൾക്ക് പരിക്കുണ്ട്. അവർ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റു ആശുപത്രിയിലേക്ക് നമ്മൾ മാറ്റി. വയനാട്ടിൽ പുനരധിവാസം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയായിരുന്നു സമരം എങ്കിൽ കൂടിയും സംസ്ഥാന സർക്കാർ ഇടപെട്ട് പോലീസിന് നിർദ്ദേശം നൽകി സമരം അടിച്ചമർത്തുകയായിരുന്നു എന്നാണ് ഷംസാദ് മരക്കാർ പറയുന്നത്. സ്ഥലത്ത് കമൽ, പ്രതിഷേധം ഇപ്പോഴും പുരോഗമിക്കുകയാണെന്ന് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നു. പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നു. കൂടുതൽ സന്നാഹങ്ങളൊക്കെ അവിടെ സജ്ജമാണോ? പ്രതിഷേധം ഏറെക്കുറെ നേരത്തെ സംഘർഷാവസ്ഥ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. നേതാക്കൾ ഇപ്പോഴും കൂടി നിൽക്കുന്നു. സംഷാദ് പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു സമരമാണ്. അതിനെ പോലീസ് നടപടിയിലൂടെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് ലാത്തിചാർജ് ചെയ്തതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. ഒരു 12 മണിയോടെ സമാധാനപരമായി തുടങ്ങിയ സമരമാണ് പെട്ടെന്ന് ഈ രണ്ടാമത്തെ ഗേറ്റ് വഴി കടന്നു കയറാനുള്ള ശ്രമത്തിനിടെ പോലീസുമായി സംഘർഷത്തിലേർപ്പെടുകയായിരുന്നു. തുടർന്ന് 4 തവണയാണ് പോലീസ് ശക്തമായ രീതിയിൽ ലാത്തിചാർജ് നടത്തിയത്. അതിന് പിന്നാലെ കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടി വന്നു. ഇതിനിടെ മർദ്ദനത്തിൽ പരിക്കേറ്റ പ്രവർത്തകർ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഷർട്ടൂരി റോഡിൽ കിടന്ന പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ദേശീയപാത ഉപരോധിക്കാനുള്ള ശ്രമമുണ്ടായി. അതിനിടെ വീണ്ടും സംഘർഷമുണ്ടായി. എന്തായാലും പോലീസ് വീണ്ടും ലാത്തി വീശിയതോടെ കുറെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. ആദ്യഘട്ടത്തിൽ നേതാക്കൾ ആശുപത്രിയിലേക്ക് മാറാൻ തയ്യാറായില്ല. ഈ ജില്ലാ പ്രസിഡന്റ് അമൽശ്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ പോകാൻ തയ്യാറാകാതെ പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് അവരെ ബലം പ്രയോഗിച്ച് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകാൻ പോലീസ് ശ്രമിച്ചത്. അതും വീണ്ടും സംഘർഷത്തിന് ഇടയാക്കി. എന്തായാലും ഇപ്പോൾ വലിയ സംഘർഷത്തിന് നേരിയ അയവ് വന്നിരിക്കുന്നു. മോദി. ശരി കമൽ, വയനാട്ടിൽ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായി. പോലീസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളിൽ കണ്ടു. പലർക്കും വളരെ സാരമായി തന്നെ പരിക്കേറ്റു എന്നാണ് ഷംസാദ് മരക്കാർ പങ്കുവച്ചത്. പ്രവർത്തകർ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് എങ്കിലും പ്രവർത്തകർ ഇപ്പോഴും അവിടെ പ്രതിഷേധവുമായി സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് കമൽ പങ്കുവയ്ക്കുന്ന വിവരം. കമൽ, ഈ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരം പ്രധാനമായും പ്രഖ്യാപിച്ചിരുന്നത്. അതോ സംസ്ഥാന സർക്കാർ വൈകിപ്പിക്കുന്നു പുനരധിവാസം എന്നതും അക്കൂട്ടത്തിൽ പ്രതിഷേധ വിഷയമായിരുന്നു? മോദി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു. അവരെ പരിക്കേറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനു മുന്നിൽ NGO ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കയറിയെന്ന് ആരോപിച്ച് അവരുടെ ഒരു പ്രതിഷേധ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രധാനമായും കേന്ദ്ര ഫണ്ട് ഈ പ്രശ്നത്തിൽ ലഭ്യമാക്കാത്തതിനെതിരെയാണ് പ്രധാനമായും ഈ സമരം പ്രഖ്യാപിച്ചത്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ പുനരധിവാസം വൈകിക്കുന്നു എന്ന ആരോപണം കുറച്ചു ദിവസമായി കോൺഗ്രസും പ്രതിപക്ഷ സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. അതുകൂടി ഉന്നയിച്ചായിരുന്നു ഇന്നത്തെ കളക്ടറേറ്റ് മാർച്ച്. ഈ മാർച്ച് ആദ്യഘട്ടത്തിൽ കളക്ടറേറ്റ് ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. അതിനിടെയാണ് പെട്ടെന്ന് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഈ പോലീസ് നടപടിയോടുകൂടി ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കൂടി വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ കടക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയം മുതൽ എല്ലാ സമയത്തും ഒത്തൊരുമയോടെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയായിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഈ ഭക്ഷ്യധാന്യ കിറ്റ്
കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് മേപ്പാടിയിലെ UDF ഭരിക്കുന്ന പഞ്ചായത്തിലെ LDF വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തി. അങ്ങനെയാണ് ഈ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസത്തോടുകൂടി അല്ലെങ്കിൽ ഇരുപക്ഷവും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ദുരന്ത വിഷയത്തിലുള്ള ഇടപെടലിലേക്ക് കാര്യങ്ങൾ കടന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർച്ചിനെ പോലീസ് അതിക്രൂരമായി നേരിട്ട സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തോടുകൂടി കൃത്യമായും പ്രതിപക്ഷം ഇനി സംസ്ഥാന സർക്കാരിനെ കൂടി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കുന്ന സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ മാത്രമായിരിക്കില്ല ഇനി പ്രതിഷേധമുയരുക. പ്രതിപക്ഷം പ്രത്യേകിച്ച് ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് ജില്ലയിൽ എത്തുകയാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ടെങ്കിലും വയനാട് ജില്ലയ്ക്ക് പുറത്താണ് പ്രിയങ്ക ഗാന്ധി ഉള്ളത്. നാളെ പ്രിയങ്ക ഗാന്ധിയുടെ 3 റാലികളാണ് കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിലായി നടക്കാനുള്ളത്. ഈ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്ന സാഹചര്യത്തിൽ വലിയ നിഷേധ പ്രഖ്യാപനത്തിനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നത്തെ സമരത്തിലെ പോലീസ് നടപടി അത്തരത്തിൽ പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ ചെയ്യുന്നതിൽ വയനാട്ടിലെ പുനരധിവാസം വൈകുന്നു എന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത്. പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി. സാരമായ പലർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്ഥലത്ത് പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിരിക്കുന്നു. കമലാണ് വിശദാംശങ്ങൾ നൽകിയത്.